എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഈ ഒരു ഡേറ്റ് ഒന്നും സാധാരണഗതിയിൽ +1ൻ്റേത് ഇന്ന ദിവസം പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കാറില്ല. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് ഉടൻ തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് വരും എന്നുള്ള കാര്യം സംബന്ധിച്ച് പ്രത്യേകിച്ചൊരു ഉറപ്പും തരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് റിസൾട്ട് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അഥവാ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് kerala-results.nic.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയുന്നതിനായിട്ട് സാധിക്കുക. മറ്റ് വെബ്സൈറ്റുകളിൽ സാധാരണ +1ൻ്റെ റിസൾട്ട് ഇടാറില്ല. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലാണ് +1ൻ്റെ റിസൾട്ട് സാധാരണ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ ഈ റിസൾട്ട് വന്ന ശേഷം DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024, അതുപോലെ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024, അതുപോലെ തന്നെ DHSC NSQF +1 റിസൾട്ട്, അതായത് ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കുകൾ കാണുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2023 എന്ന് പറഞ്ഞുകൊണ്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് അതിൻ്റെ പേര് മാറ്റിയിട്ട് 2024 എന്നാക്കിയിട്ടാണ് സാധാരണ റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്ക് മുകളിലായിട്ട് തന്നെ, അതായത് ഈ ഒരു പേജിൻ്റെ മുകളിലായിട്ട് തന്നെ ഉണ്ടാവും. ഇതുപോലെ നടക്കല്ല, ഇത് ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലിങ്ക് ആയതുകൊണ്ടാണ് ഇതിന് ഇടയിലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റിസൾട്ട് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട്, അത് നിങ്ങളുടെ സ്വന്തം റിസൾട്ട് അറിയാൻ സാധിക്കും. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് നൽകാണ്ട്, അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് നൽകിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, +1ന് ഡബിൾ പാസ് കിട്ടിയ സബ്ജക്റ്റിൻ്റെ പരീക്ഷ +2വിൽ എഴുതിയിട്ടില്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി +2 ജയിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡബിൾ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ 36 മാർക്കാണ്. അതായത് ഒരു വർഷം 18, 2 വർഷം നോക്കുന്ന സമയത്ത് ഈ ഒരു 36, അതുപോലെ 80 ആണെങ്കിൽ 48, അതുപോലെ തന്നെ അതായത് 48 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 48 ആദ്യത്തെ ഒരു വർഷം നിങ്ങൾക്ക് വേണ്ടത് 24 മാർക്കുമാണ്. അപ്പോൾ ഈ ഒരു മാർക്കുകളാണ് ഡബിൾ പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡബിൾ പാസ് മാർക്ക് കിട്ടി നിങ്ങൾ +2 പരീക്ഷ എഴുതാതിരിക്കുകയാണെങ്കിൽ, അതായത് ഡബിൾ പാസ് കിട്ടിയാൽ 2 വർഷം ജയിക്കാനുള്ള മാർക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ഡബിൾ പാസ് കിട്ടി നിങ്ങൾ +2 പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ +2 തോൽക്കുന്നതായിരിക്കും, അതായത് ജയിക്കില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു ഈ ഒരു ഡബിൾ പാസ് കിട്ടിയവർ ആ ഒരു സബ്ജക്റ്റ് +2 എഴുതണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞ് ആ ഒരു പരീക്ഷ, അതായത് +2 നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എഴുതാതിരുന്നാൽ നിങ്ങൾ മാത്രം തോൽക്കും, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് നിങ്ങൾക്ക്, അതായത് മിനിമം മാർക്ക് വേണ്ടത് ഈ ഒരു 18 അല്ലെങ്കിൽ 36, 2 വർഷത്തേക്ക് ഡബിൾ പാസ്സാണ്. പക്ഷേങ്കിൽ +2 പരീക്ഷ എഴുതിയിരിക്കണം, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 80-ൽ 24, 2 വർഷം 48 മാർക്കുമാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയൊക്കെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു +1നും ഈ ഒരു ജയിക്കുക തോൽക്കുക എന്നുള്ള ഒരു രീതിയില്ല, ജസ്റ്റ് ഒരു മിനിമം മാർക്ക് നേടുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു +1ന് നേടിയാലും അല്ലെങ്കിൽ +1 +2 കൂട്ടിയിട്ട് ടോട്ടൽ +2ന് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ്, അതായത് ഈ ഒരു 36 48 ടോട്ടൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാകും. കാരണം നിങ്ങൾക്ക് CE മാർക്ക് ഉൾപ്പെടെ നിങ്ങളുടെ മാർക്ക് നോക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചോദിക്കും, CE ഉൾപ്പെടെ എനിക്കിപ്പോൾ ഈ ഒരു 18 മാർക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു 30 മാർക്കുണ്ട്, അപ്പോൾ ഞാൻ ജയിച്ചില്ല എന്നുള്ളത്. അപ്പോൾ CE മാർക്കല്ല നിങ്ങൾ ജയിക്കാനായിട്ട് നോക്കുന്നത്, നിങ്ങളുടെ TE മാർക്കാണ്. അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് 36-ൽ, അതായത് ഈ ഒരു വർഷം 18 അല്ലെങ്കിൽ 24 മാർക്കോ നിങ്ങൾ നേടിയാൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റ് ജയിക്കുക. ഈ ഒരു വർഷം തന്നെ ഈ ഒരു മാർക്ക് വാങ്ങിക്കണമെന്നില്ല. +1 +2 കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 36 48 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാണെങ്കിൽ ടോട്ടലായിട്ട് പാസ്സാകുമെന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് +1ന് എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കില്ല. കാരണം നിങ്ങൾ +2വിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് +1ന് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം പല വിദ്യാർത്ഥികളും ആലോചിക്കുന്ന കാര്യമായിരിക്കും, +1ന് ഞാനിപ്പോൾ ഫെയിൽഡായിട്ടുണ്ട്, അപ്പോൾ ഇനി +2 പഠിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ളത് കാര്യം പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +1ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ആലോചിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം ഈ ഒരു കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിലും നിങ്ങളുടെ +2ൻ്റെ മാർക്ക്
മാത്രമാണ് പരിഗണിക്കുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ആയാലും അല്ലെങ്കിൽ ഫാർമസി ആയിരുന്നാലും അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സുകളായാലും അതായത് ഈ ഒരു MBBS BDS അതുപോലെ നീറ്റ് പരീക്ഷയ്ക്കായിരുന്നാലും അതായത് ഏതൊരു ഫീൽഡിലേക്കായിരുന്നാലും ഡിഗ്രി കോഴ്സ് ഒഴികെയുള്ള ഏതൊരു കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു +2വിന് നിങ്ങൾക്ക് അതായത് +1ന് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ജയിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ +2വിന് അന്നന്ന് ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് പഠിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു +2 ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് ഇനി നന്നായിട്ട് ഞാൻ പഠിക്കും, +1ന് എനിക്ക് മാർക്ക് കുറവായത് കൊണ്ട് തന്നെ +2വിന് നന്നായിട്ട് പഠിക്കും, ഇതിൽ ഞാൻ ഇത്ര മാർക്ക് വാങ്ങിക്കും, അതായത് ഒരു A ഗ്രേഡ് നേടാൻ സാധിക്കുന്ന തരത്തിൽ തന്നെ നന്നായിട്ട് പഠിക്കും എന്നുള്ള രീതിയിലൊക്കെ ആദ്യം ഈ ഒരു +1 ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചിന്തിച്ച് ആ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ക്ലാസ്സുകൾ ആരംഭിച്ച് ഏകദേശം സ്കൂളിൻ്റെ അതായത് ഏകദേശം ആ ഒരു അധ്യയന വർഷത്തിൻ്റെ പകുതി ആകുമ്പോഴേക്കും ആദ്യം ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിക്കുമെന്ന് ചിന്തിച്ചിട്ടുള്ള പല വിദ്യാർത്ഥികളും പഠിക്കാറില്ല. അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു പഠിക്കാതെ ഉഴപ്പി നടക്കുകയും അതുപോലെ തന്നെ ക്ലാസ്സിൽ അതായത് ജസ്റ്റ് കൂട്ടുകാരോടൊപ്പം നിന്നിട്ട് കളിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഈ ഒരു നിങ്ങൾ കളിച്ച് നടക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാരൊപ്പം സംസാരിച്ചിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹോംവർക്കാണ്. അതായത് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ക്ലാസ്സിൽ എന്താണ് എടുത്തത് എന്നുള്ള കാര്യം അന്നന്ന് ദിവസം വീട്ടിൽ പോയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2വിന് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു +2വിന് നിങ്ങൾ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതായത് എങ്ങനെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന ടീച്ചേഴ്സ് എടുക്കുന്ന പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ പല സമയത്തും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, നിങ്ങളോടൊപ്പം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കളിച്ച് നടക്കുന്ന പല കുട്ടികളുണ്ടാകും, പക്ഷേ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് നല്ലൊരു മാർക്ക് തന്നെ കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് പല വിദ്യാർത്ഥികളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അവർ വീട്ടിൽ പോയിട്ട് നന്നായിട്ട് അന്നന്ന് ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് എന്താണ് എടുത്തത് എന്നുള്ളതും അതുപോലെ എന്ത് നോട്ടാണ് എഴുതിയത് എന്നുള്ളതും ആ ഒരു നോട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കും. അതേസമയം സ്കൂളിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് നിങ്ങളോടൊപ്പമൊക്കെ കളിച്ച് നടക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും അവർക്ക് പ്രത്യേകിച്ച് പഠിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനും പഠിക്കണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ പഠിക്കാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താരതമ്യേന നോക്കുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു +2 ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നടക്കരുത്, ജസ്റ്റ് നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, വീട്ടിൽ നിന്ന് നന്നായിട്ട് ഹോംവർക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ പല വിദ്യാർത്ഥികളും ഈ ഒരു +2 ക്ലാസ് കഴിഞ്ഞ് എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അതായത് ആ ഒരു സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള കാര്യം ചിന്തിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവും ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊക്കെ കഴിയും. പിന്നീട് ആ ഒരു സമയം നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഹയർ സ്റ്റഡീസിനും അതുപോലെ തന്നെ മറ്റ് കോഴ്സുകളിലേക്കുമൊക്കെ പോകുന്ന സമയത്ത് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയെങ്കിൽ എനിക്ക് ജയിക്കാമായിരുന്നു എന്നൊക്കെ. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ജയിക്കാനുള്ള ഈ ഒരു 36 അല്ലെങ്കിൽ 48 മാർക്കോ ആവരുത്. കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ കുറഞ്ഞ മാർക്ക് ലഭിച്ചു എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായത് ജസ്റ്റ് ഈ ഒരു D+ അല്ലെങ്കിൽ C ഗ്രേഡൊക്കെ കിട്ടി ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല എക്സാമിനേഷനും +2വിൻ്റെ മാർക്ക് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ +1ന് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യം നോക്കാതെ +2വിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. +1ന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ചിന്തിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാനില്ല. കാരണം പല വിദ്യാർത്ഥികളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ +1ന് എനിക്ക് കുറവായിരുന്നു, അപ്പോൾ +2 പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ +2വിന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. നിങ്ങൾ ക്ലാസ്സിൽ നിന്നും സ്കൂളിൽ നിന്നായാലും അതായത് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പമൊക്കെ കളിച്ച് നടക്കുന്ന സ്വഭാവമായിരുന്നാൽ കൂടിയും വീട്ടിൽ പോയിട്ട് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് പഠിക്കുക. അതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും അതുപോലെ ഓരോ പാഠഭാഗങ്ങളും നിങ്ങളുടെ നോട്ടിൽ എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് വീണ്ടും അതായത് റിവിഷൻ രീതിയിൽ നന്നായിട്ട് അതായത് ആദ്യത്തെ ആഴ്ച എടുത്ത പാഠഭാഗങ്ങൾ പിന്നീട് രണ്ടാമത്തെ ആഴ്ച വീണ്ടും ജസ്റ്റ് ഒന്ന് മറിച്ച് എന്താണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ടിൻ്റെ പേജൊക്കെ മറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഒരു ഡെയിലി പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു +2 ക്ലാസ്സുകൾ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ ശേഷം ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ +2 ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു +2 എക്സാം കഴിഞ്ഞ് ഫെയിൽഡായ ശേഷമായിരിക്കും ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ജയിച്ചിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അവർ ജയിച്ചിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ മാത്രം തോൽക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് വല്ലാതൊരു വിഷമമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് എന്ത് തന്നെ ആയിരുന്നാലും +1ൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടത് +2 നന്നായിട്ട് പഠിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ +1ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് +1 അല്ല, +1ൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും +2ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച ഒരു മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.